9 വയസ്സുകാരിയാണ്. ബന്ധുവിന്റെ വീട്ടിലെ വൈകിട്ട് പോയിട്ടും കുട്ടി വരാത്തതിനാൽ ആ പിതാവ് ബന്ധുവിന്റെ വീട്ടിൽ അന്വേഷിച്ചു. അവിടെ ചെന്നിട്ടില്ല. 6-8 മണിയായി. പിതാവിന് വിഷമമായി. അങ്ങനെയാണ് പിതാവ് സ്വന്തം നിലയിൽ അന്വേഷണം നടത്തിയത്. അപ്പോഴാണ് കൊച്ചുകുട്ടികൾ ഇത് പറയുന്നത്, അടുത്തൊരു വീട്ടിലോട്ട് കയറിപ്പോന്ന് കണ്ടത്. ആ വീട് പൂട്ടിയിട്ടാണ് ആ പ്രതി അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നത്. ഏതായാലും ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ആ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത്. അതിദാരുണമായ ഒരു കൊലപാതകം. അത് എന്തിനാണ്? സെക്സ്. അത് 9 വയസ്സ് മാത്രമുള്ള ഒരു കൊച്ച്. ആരാണ് ഇതിന്റെ പ്രതി എന്ന് പോലീസിന് ചെറിയ നിഗമനം കിട്ടി എന്ന് പറയുന്നു. ആ വീടിന്റെ ഉടമസ്ഥരാര്, അല്ലെങ്കിൽ കുട്ടി അവിടെ വിളിച്ചു കയറ്റിയതാര്, അതൊക്കെ ഇനി പോലീസ് കണ്ടെത്തണം. ആ വീടിനകത്തെ പോലീസ് പരിശോധിച്ചു. ഫോറൻസിക് ക്രൈം വിഭാഗങ്ങളൊക്കെ വീട്ടിലെത്തി. JPC ആശുപത്രിയിൽ തന്നെ കുട്ടിയുടെ മൃതദേഹം ഉണ്ടായിരുന്നു. അതിപ്പം പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി കഴിഞ്ഞു. നടത്തിയ ശേഷം കുട്ടിയെ ഡെഡ് ബോഡി വിട്ടുകൊടുത്തു. ആ ബന്ധുവീട്ടിലെ പോകുമെന്ന് പറഞ്ഞ് കുട്ടി പോയത് ഏത് സമയമാണ്? അങ്ങനെയുള്ള സന്ദർഭത്തിൽ അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ പറഞ്ഞു വിടാമോ? പ്രത്യേകിച്ച് പെൺകൊച്ചാണ്. നെഹ്റു വിഹാറിലെ പോലീസ് സ്റ്റേഷൻ അതിർത്തി തന്നെയാണ് ഈ സംഭവം. ആ പെൺകുട്ടിയുടെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. 9 വയസ്സുള്ള കൊച്ചാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്ന് വിചാരിച്ചോണം. ഏതവനാണ് ഇത് ചെയ്തതെന്ന് ഇനിയേ നമുക്ക് വെളിയിലിട്ട് വരാൻ സാധിക്കുകയുള്ളൂ. നെഹ്റു വിഹാറിലെ ജനങ്ങളെ മാത്രമല്ല, ഡൽഹിയെ മൊത്തമായി ഈ ഒരു സംഭവം അവരെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പീഡനവും, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കൊലപാതകവും, അതിന്റെ പെൺകുട്ടിയെ ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് കൂടെ കാണുന്നില്ല. അത് ഒരു ബ്രീഫ് കേസിനകത്താക്കി